നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് നമ്മുടെ ക്ലയന്റ് നമ്മളോട് നോ പറയാണ്. ഒരു 80% ആളുകളും ഇതിനെ പേഴ്സണലൈസ് ചെയ്തെടുക്കും. ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം സിമ്പിൾ ആണ്. നമ്മളോട് നോ പറയാനുള്ള എല്ലാ റൈറ്റും നമ്മുടെ ക്ലയന്റിനുണ്ട്. നമ്മൾ മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നത്, നമ്മൾ മാത്രമല്ല ഈ സർവീസ് ഓഫർ ചെയ്യുന്നത്, നമ്മുടെ ചുറ്റും ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മുന്നിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. നമ്മൾ ഈ സമയത്ത് ബ്രില്യന്റ് ആയിട്ട് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്തുനിന്ന് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് എന്നെ റിജക്ട് ചെയ്തു, എന്റെ പ്രൈസ് ഹൈ ആണോ, എന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ, നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, നമ്മൾ ഈ നോ എന്ന് കേൾക്കുന്ന സമയത്ത് മെന്റലി നമ്മൾ നിശ്ചയിക്കേണ്ട ഒരൊറ്റ കാര്യം, ഇതൊരു നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതിയാൽ മതി. നമുക്ക് പഠിക്കാനുള്ള അവസരമായി, അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലയന്റിനെ മനസ്സിലാക്കാൻ പറ്റി ഇത് ഏത് രീതിയിലുള്ള ക്ലയന്റ് ആണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് പുറകെ നടന്നിട്ടുണ്ടാവും, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒരുപാട് പൈപ്പ് ലൈൻസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതുവരെ എത്തിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലയന്റ് നമ്മൾ നോ പറയുന്ന സമയത്ത് ഇതിനെ പേഴ്സണലൈസ് ചെയ്തെടുക്കാതെ ഇത് നമ്മുടെ പ്രൊഡക്റ്റിനോടോ ഇത് നമ്മുടെ സർവീസിനോടോ ആയിരിക്കും ഈ നോ പറഞ്ഞു എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് തിങ്ക് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഡോണ്ട് കിൽ ദ ലിങ്ക്, കീപ് ദ ലിങ്ക് അലൈവ്. അവരെ നമ്മൾ നിലനിർത്തുക. നമുക്കതൊരു വാട്സപ്പ് ചാറ്റിൽ ഒരു ഹായ് ഹലോ ആണെങ്കിലും ജസ്റ്റ് നമ്മൾ അവരെ നമ്മുടെ ആ ഒരു ലിങ്കിൽ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ തലവരെ തന്നെ മാറ്റിമറിക്കുന്ന ഓർഡേഴ്സ് തരാൻ കപ്പാസിറ്റി ഉള്ള ക്ലയൻസ് നമ്മൾ ഇതുപോലെ നമ്മളെ റിജക്ട് ചെയ്തതിന്റെ റീസണിൽ നമ്മളെ ഈഗോ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് ടൈം വെൻ യുവർ ക്ലയന്റ് സേ നോ, ജസ്റ്റ് തിങ്ക് ലൈക്ക് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി.